കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ ലോകത്തെ മുഴുവനും നിന്റെ കാൽച്ചുവട്ടിലാക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അത് നിന്റെ അത്യാഗ്രഹമാണ്. അതുകൊണ്ട് നാം പറയുകയാണ്, നിന്റെ ആഗ്രഹം ഒരിക്കലും സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല. ജീവിതത്തിൽ ആഹാരവും ഉറക്കവും എത്രമാത്രം പ്രധാനമുള്ളതാണോ, അതുപോലെ ആഗ്രഹങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നേട്ടങ്ങളും പ്രധാനമാണ്. മന്ത്രമില്ലാത്ത പൂജയും തന്ത്രമില്ലാത്ത യുദ്ധവും ഉപകാരമില്ലാത്ത ആഭിചാരവും ഇതൊന്നും ആർക്കും പ്രയോജനപ്പെടില്ലെന്ന് എനിക്കും അറിയാം. ഈ വിശ്വംഭരി അത്ര എളുപ്പത്തിൽ അവളുടെ തോൽവി സമ്മതിച്ചു തരികയില്ല. ലഭിക്കാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേടിയെടുത്തിരിക്കും. ഞാൻ ആഗ്രഹിച്ചത് ഉറപ്പായും ഞാൻ സാധിച്ചെടുക്കും. ഞാനത് സാധിച്ച് കാണിക്കാം, അത് സാധിച്ച് കാണിക്കാം. എന്തിനായിരിക്കും ആ വെയിൽ അവിടെ ഇരിക്കുന്നത്? ഏയ് നിക്ക്, അവൻ എന്താ ചെയ്യുന്നത് നോക്കട്ടെ. എന്താടാ ബുജി, എന്ത് ചെയ്തോണ്ടിരിക്കുക? അത് പിന്നെ ഞാൻ വെറുതെ. നീ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ കണ്ടോണ്ടിരിക്കായിരുന്നു. ചോക്ലേറ്റ് കുഴിയെടുത്ത് കുഴിച്ചു വെച്ചിട്ട് പിന്നീട് എടുത്ത് തിന്നുവല്ലേ? അമ്മ എന്നോട് ചോക്ലേറ്റ് ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അത് കണ്ട അമ്മ എന്നെ ഉറപ്പായിട്ടും അടിക്കും. അതുകൊണ്ടാ ഞാൻ. അതുകൊണ്ട് ഒളിച്ചു വെച്ച് ഇങ്ങനെ തിന്നുവല്ലേ? ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എങ്കിൽ ഞാൻ മുത്തശ്ശിയോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. എന്തു പറയുന്ന? നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നേരം ടെന്റിനകത്തിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു.
ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എന്നെ കുറിച്ചൊന്നും പറയില്ലെങ്കിൽ ഞാനും നിങ്ങളെ കുറിച്ചൊന്നും പറയില്ല. ഏയ് എന്റെ ഏട്ടനും കുട്ടിക്കാലത്ത് ഇങ്ങനെ തന്നെ ബിസ്ക്കറ്റും ചോക്ലേറ്റും എല്ലാം കുഴി കുത്തി ഒളിച്ചു വെച്ചിട്ട് പിന്നീട് അതിനെ എടുത്ത് കഴിക്കും. ആരടുത്തും പറയാൻ പാടില്ലെന്ന് ഇവനെ പോലെ എന്റെ ഏട്ടനും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നു. സെയിം ടു സെയിം. എനിക്ക് എന്റെ ഏട്ടന്റെ ഓർമ്മയാ വന്നത്. ജീൻ ഒന്നല്ലേ? കാണുമ്പോ അങ്ങനെ തന്നെ തോന്നുന്നത്. ശരി, ബൈ. ഒരു മിനിറ്റ്. ഇയാളുടെ ചേട്ടൻ ആർക്കും അറിയാതെ ബുജി ഇപ്പൊ ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട ആ വേലിന്റെ അടിയിൽ ഉറപ്പായിട്ടും എന്തോ ഒന്നും ഉണ്ടാവണം. എന്തിനാ അതിന്റെ അടിയിൽ മറച്ചു വെക്കുന്നേ? ആ രഹസ്യം ആർക്കും അറിയാൻ പാടില്ലെന്ന് വിചാരിച്ച് അവിടെ കുഴിച്ചിട്ടതായിരിക്കാം. തീർച്ചയായിട്ടും രാജാവിന്റെ കാലത്ത് പോലും ഇതുപോലെ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ വിഗ്രഹങ്ങളുടെ താഴെ കുഴിച്ചിടാറുണ്ട്. ഭക്തി കൊണ്ടും ഭയം കൊണ്ടും ആരും അത് എടുക്കാറില്ല. അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇയാളുടെ ചേട്ടനും ഇതേ ഉദ്ദേശത്തോടു കൂടിയാവണം ആ വേലിന്റെ താഴെ എന്തോ ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവുക. ഐ ആം ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. ഇനി വിഗ്രഹത്തെയായിരുന്നു പ്രതിഷ്ഠ ചെയ്തിരുന്നുവെങ്കിൽ ആ സ്ഥാനത്തിപ്പോ അമ്പലമായനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ രഹസ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. സോ ഇന്ന് രാത്രി തന്നെ നമുക്കത് മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ നോക്കിയാലോ? ഈ നാട്ടില് പൗർണമി രാത്രിയിൽ വെളിയിൽ പോയാൽ പോലും 100 ചാട്ടവാർ അടിയാ കിട്ടുക. അങ്ങനെയുള്ളപ്പോ ആ വേലിന്റെ കീഴെ എങ്ങാനും കുഴിക്കുന്നത് കണ്ട പിന്നെ ഈ നാട്ടിൽ നിൽക്കാന്ന് ഇയാൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നീ പറഞ്ഞത് സത്യമാണ്. ശരി, നമുക്ക് രാത്രി പോവാം. നീക്ക്. നീ എവിടെ പോവാ? അത് നിന്നോട് തന്നെ എവിടെ പോവാന്നാ ചോദിച്ചേ. അത് മുത്തശ്ശി, നീ പോന്ന കണ്ട് ഞാൻ മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചോ? അത് അങ്ങനെയൊന്നുമല്ല. മര്യാദയ്ക്ക് നീ മുറി പോ. നീ പോകുന്നുണ്ടോ അതോ ഇല്ലയോ? ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കഴിക്കും മോളെ. വിശപ്പില്ലെന്ന് പറഞ്ഞ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കഴിക്കും മോളെ. എന്റെ തങ്കക്കുട്ടിയല്ലേ. എനിക്ക് വേണ്ടി ഒരു 2-3 ഉരുള കഴിക്ക്. എനിക്ക് വേണ്ടി കഴിക്ക്. കഴിച്ചോ? മുത്തശ്ശിയുടെ പുന്നാര മോള് ചക്കരക്കുട്ടി. ശരി, ഇനി പോയി കിടന്ന് ഉറങ്ങിക്കോ. നന്നായിട്ട് പോയി ഉറങ്ങ. ചെന്ന് കിടന്ന് ഉറങ്ങ. മുത്തശ്ശിയുടെ പുന്നാര മോള് ഉറങ്ങടാ.
ഏയ് എന്താ ഇത്ര ലേറ്റ്? മുത്തശ്ശിയുടെ കണ്ണു വെട്ടിച്ചു വരാൻ സമയമെടുത്തു. ശരി ശരി വാ പോവാം. അപ്പോ കം. ഇനി 2 ദിവസം കഴിയുമ്പോൾ ശ്രീമുരുകന്റെ ഷഷ്ടി വരികയാണ്. അപ്പോഴേക്കും ശിലയെ പ്രതിഷ്ഠിക്കാനുള്ള ജോലികൾ ആരംഭിച്ചിട്ടുണ്ടാകും. ഇനി നീ അതിനിടയ്ക്ക് അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ ജനങ്ങൾ നിന്നെ അടിക്കില്ല, കൊന്നുകളയും. മല്ലി, നകുല, അവരിപ്പോ എങ്ങോട്ടാ പോകുന്നത്? എവിടേക്കാന്ന് അറിയില്ല. അതറിയാൻ വേണ്ടിട്ടാ ഞാൻ അവന്റെ പുറകെ വന്നത്. വരൂ, പോയി നോക്കാം. നീ മറച്ചു വെച്ചതും എനിക്ക് ആവശ്യമായതുമായ കാര്യം ആ വേലിന്റെ അടിയിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഇയാളുടെ ചേട്ടൻ ആർക്കും അറിയാതെ ബുജി ഇപ്പൊ ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട ആ വേലിന്റെ അടിയില് ഉറപ്പായിട്ടും എന്തോ ഒന്നും ഉണ്ടാവണം. ഇവർ ഈ വെയിലിന്റെ അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ അരുതാത്തതെന്തോ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നതുപോലെയാ തോന്നുന്നേ. അവരെ ഞാൻ വെറുതെ വിടില്ല. നമ്മുടെ കടമ ആ ക്ഷേത്രത്തിന് കാവല് നിൽക്കുക എന്നതാ. അവരിപ്പോ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. ഗ്രാമത്തിലുള്ള എല്ലാരും ആ വേല സ്വയം മണ്ണിനടിയിൽ നിന്ന് വന്നതെന്നാ കരുതിയിരിക്കുന്നത്. അത് സ്വയം പുറത്തു വന്നതല്ല എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ പിന്നെ നമ്മൾ അതിനവരെ വെറുതെ സംശയിക്കുന്നത്. ഒരു പക്ഷെ അത് താനെ പുറത്തു വന്നതായിരിക്കാം. പക്ഷെ ആ വെയില് ദൈവത്തിൻ്റെതല്ലേ മല്ലി? ദൈവത്തിനെതിരെ അനീതിയും അക്രമവും നടക്കുമ്പോ അത് കണ്ടുകൊണ്ട് ചുമ്മാതിരിക്കണം എന്നാണോ പറയുന്നത്? ഇവർ രണ്ടുപേരും ഈ അസമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ
ഈ വേൽ ഇവിടുന്ന് കൊണ്ടുപോകാനായിരിക്കും വന്നിട്ടുണ്ടാവുക. നമ്മൾ അവരെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടാൽ നാളെ പണിയാൻ പോകുന്ന ക്ഷേത്രം പോലും പൊളിച്ചു മാറ്റിയേക്കാം. തീർച്ചയായിട്ടും അവരിത് ചെയ്യും. ദൈവത്തിന് ഭക്തി എന്നതിലുപരി ഭയമാണ് കൂടുതൽ വേണ്ടത്. ആ ഭയം അവർക്കുണ്ടായില്ലെങ്കിൽ പിന്നെ മനുഷ്യർ ഈ ദൈവത്തെ ആരാധിക്കുക പോലും ചെയ്യില്ല. അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷേ അവരെന്തിനാ ഇങ്ങോട്ട് വന്നതെന്നറിയാതെ അങ്ങ് എടുത്തുചാടി പ്രവർത്തിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ആദ്യം അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. उत्तरं निरुत्तरं अनुत्तरं महत्तरं महाकरं महाङ्कुरं तत्त्वमसि तत्परं तदितरत्तमोहरं मृत्योरमृतत्वकरम् अजरं अमरं मकारं उकारं मकारं. അങ്ങോട്ടോക്ക് നോക്ക് ഭവാനി, ആരോ വരുന്നുണ്ട്. നമുക്കിവിടെ നിൽക്കണ്ട, വാ പോവാം. सकलकलाशीकारं चतुर्वेदसाकारं चैतन्यसुधापूरं ज्ञानकमलकासारं ज्ञानपरिमलासारं मधुरभक्तिसिन्दूरं महाभक्तमन्दारं भवभेरीभाङ्कारं हृदयशङ्कहुङ्कारं धर्मधनुष्ठङ्कारं जगद्विजयझङ्कारम् अद्वैतप्राकारं भजे. भास्वत् ब्रह्मांड बांडनादलयत् ब्रह्मात्मक नव्य जीवनाधारं वर्णरहित वर्ग महित ललित ललित भावलुलित भाग्य रचित भोग्य महित वर्णरहित वर्ग महित ललित ललित भावलुलित भाग्य रचित भोग्य महित शुभकरं सुधाकरं सुरुचिरं सुधीपरं भवकरं भवाकरं त्रिअक्षरम् अक्षरं भजे. माधव मायामय बहु कठिन विकट कंटक पद संसार कानन सुख ज्ञान शकट विहारम् अष्टाक्षरी प्रकृष्ट पंचाक्षरी विशिष्ट महामंत्र यंत्र तंत्र महिमालय गोपुरम् घनगंभीरांबरं जम्बू भूभंबरं निर्मल युग निर्घरं निरुपमान निर्झरम् मधुरभोगि कुञ्जरं परमयोगि बञ्जरम् उत्तरं निरुत्तरं अनुत्तरं महत्तरं महाकरं महाङ्कुरं तत्त्वमसि तत्परं तदितरत्तमोहरं मृत्योरमृतत्वकरम् अजरं अमरं मकारं उकारं मकारम्. ओंकारं
ഏയ്, എന്തിനാ ചിരിക്കുന്നേ? പിന്നെ ആ വേലെടുക്കുന്നത് നിസ്സാരാണെന്ന് കരുതിയോ? നിന്നെ പോലുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് കരുതിയാ ഇത്തരം ഏർപ്പാടുകൾ ഉണ്ടാക്കിയത്? എന്താണോ പറഞ്ഞത്? അത് നിനക്ക് നേരിട്ട് കാണാലോ. പിന്നെന്തിനാ ചോദിക്കുന്നേ? കാണ്. ഈ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോ ആ വേലെടുക്കാൻ പാടില്ല.